ഹായ് ഫ്രണ്ട്സ്, വെർച്വൽ ഗുരുകുലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഒരു ചീസ് ബ്രെഡ് ഓംലെറ്റ് ആണ് തയ്യാറാക്കാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് സെലക്ട് ചെയ്ത് വെക്കുക. അതിനോടൊപ്പം ലൈക്കും ഷെയറും കമന്റും ചെയ്യാനും മറക്കല്ലേ. അപ്പൊ നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: തക്കാളി, ക്യാപ്സിക്കം, സവാള, കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, നെയ്യ്, മുട്ട, മൊസറല്ല ചീസ്, ബ്രെഡ് സ്ലൈസ്. ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം. ആദ്യം നമുക്ക് ബ്രെഡ് എടുത്തൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഒരു കത്തി വെച്ചിട്ട് ഇതിന്റെ 4 ഭാഗവും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ബാക്കിയും കൂടി ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗൾ എടുത്ത് അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. 1/2 പീസ് തക്കാളി, സവാള, ക്യാപ്സിക്കം ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഇനി പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഒരു പാൻ വെച്ച് പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ഒഴിച്ചു കൊടുക്കാം. പാനിന്റെ എല്ലാ സൈഡിലേക്കും ആക്കി കൊടുക്കാം. ഇനി അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് സ്ലൈസ് ഇട്ട് കൊടുക്കാം. അതിന്റെ നടുഭാഗത്തായി എഗ്ഗിന്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അതിന്റെ മുകളിലേക്ക് ഗ്രേറ്റ് ചെയ്ത മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുക. ഇത് ഓപ്ഷണൽ ആണ്. അതിന്റെ മുകളിലേക്ക് ബാക്കി കട്ട് ചെയ്ത ബ്രെഡ് സ്ലൈസ് വെച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരു സൈഡ് 2 മിനിറ്റ് കുക്കായതിനു ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ. മറ്റേ സൈഡും നന്നായിട്ട് കുക്കായതിനു ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ചീസ് ബ്രെഡ് ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. എല്ലാവരും ഒന്നും മറക്കാതെ തന്നെ തയ്യാറാക്കി നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.